ഡിയർ സ്റ്റുഡൻസ്, അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ടയറിനെ കുറിച്ചിട്ടാണ്. ടയർ വീലിൻ്റെ റിമ്മിലാണ് നമ്മൾ കയറ്റിവിടാറുള്ളത്. ടയറും ട്യൂബും കൂടി ചേർന്നിട്ടുള്ള അസംബ്ലി ആയിട്ടാണ് നമ്മൾ സാധാരണ കണ്ടുവരുന്നത്. ട്യൂബ് ഇല്ലാത്ത ടയറുകളും ഉണ്ട്. അപ്പോൾ ഈ ഒരു ട്യൂബും ടയറും ചേർന്ന അസംബ്ലിയോട് കൂടിയിട്ടുള്ള ഇതിൻ്റെ ഉള്ളിലുള്ള ഒരു എയർ നിറച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു അസംബ്ലി, ആ എയറോട് കൂടിയ ഈ അസംബ്ലി ആണ് നമ്മളുടെ വാഹനത്തിൻ്റെ വെയിറ്റ് മൊത്തം താങ്ങി നിർത്തുന്നത്. അതുകൂടാതെ വാഹനത്തിന് റോഡിലൂടെ സഞ്ചരിക്കുന്ന സമയത്ത് ഒരുപാട് ഷോക്കുകൾ വരുന്നുണ്ട്. ആ ഷോക്കുകളൊക്കെ വഹിക്കുന്നത് ആരാണ്? ടയറാണ്. അപ്പോൾ ടയറിൻ്റെ കുറച്ച് ധർമ്മങ്ങൾ, അതായത് അതിനെ കുറിച്ചിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാം. ഒരു 2-3-4 ധർമ്മങ്ങളുണ്ട്. അതിൽ ആദ്യത്തെ ധർമ്മം എന്ന് പറഞ്ഞാൽ വാഹനത്തിൻ്റെ ഭാരം താങ്ങി നിർത്തുന്നു എന്നുള്ളതാണ്. ഒന്നാമത്തെ ധർമ്മമാണ് വാഹനത്തിൻ്റെ ഭാരത്തെ, വെയിറ്റിനെ താങ്ങി നിർത്തുക എന്നുള്ളത് ടയറാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരു വാഹനത്തിൻ്റെ ടയർ 4 ടയർ ഉണ്ടായിരിക്കാം. 4 ടയറും കൂടി ചേർന്നിട്ടാണ് ആ വാഹനത്തിൻ്റെ വെയിറ്റ് മൊത്തം താങ്ങി നിർത്തുന്നത്. രണ്ടാമത്തത്, റോഡ് ഷോക്കുകൾക്കെതിരായി ഒരു കുഷനിങ് എഫക്റ്റ് നൽകും. ഇപ്പോൾ റോഡിൽ നിന്ന് ഒരു കുഴി, അമ്പൊക്കെ അല്ലെങ്കിൽ കല്ലുമ്മ കയറുക അങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെ ഒരു കുഷനിങ് എഫക്റ്റ്. അതിന് കാരണം എന്ന് പറഞ്ഞാൽ ഈ ടയറിൻ്റെ അല്ലെങ്കിൽ ടയറിൻ്റെ ഭാഗത്തൊരു ട്യൂബ് ഉണ്ടായിരിക്കും. ആ ട്യൂബിൻ്റെ അകത്തുള്ള എയറാണ്. ഈ എയർ കംപ്രസ് ചെയ്യുകയും വികസിക്കുകയും ചെയ്തിട്ടാണ് നമ്മളുടെ റോഡ് ഷോക്കുകളെ നമ്മളുടെ പാസഞ്ചേഴ്സിലേക്ക് എത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ടയർ ഒരു പ്രധാന പങ്ക് അവിടെ വഹിക്കുന്നുണ്ട്. മൂന്നാമത്തെ ധർമ്മമാണ് റോഡ് പ്രതലത്തിൽ പിടിച്ചു നിർത്താൻ ആവശ്യമായ ഘർഷണം നൽകുന്നു. ഇപ്പോൾ നമ്മളൊരു നമുക്കറിയാം, ടയർ നല്ല തീരുമാനം സംഭവിച്ചു കഴിഞ്ഞാൽ ഒരു റോഡിലൂടെ സഞ്ചരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ബ്രേക്ക് പിടിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ബ്രേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ആ വാഹനത്തിന് റോഡിൽ വലിയ ഗ്രിപ്പ് കിട്ടില്ല. പക്ഷേ നമ്മളൊരു ടയർ നല്ല ടയറാണ്, ഒരു ഗ്രിപ്പുള്ള ടയർ ആണെന്നുണ്ടെങ്കിൽ ആ ടയറിന് റോഡ് പ്രതലത്തിൽ നല്ല ഗ്രിപ്പ് ഉണ്ടായിരിക്കും. അതുകൊണ്ട് ബ്രേക്കൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ നല്ല സ്മൂത്തായിട്ട് അവിടെ നിൽക്കും, സ്ലിപ്പായി പോകില്ല. അടുത്തത് ഡ്രൈവിംഗ് ബ്രേക്കിംഗ് ബലങ്ങളെ റോഡുകളിലേക്ക് നൽകുക എന്നുള്ളതാണ്. ഇപ്പോൾ റോഡിലൂടെ ഈ വാഹനത്തിൻ്റെ ടയർ തിരിഞ്ഞു കഴിഞ്ഞാൽ മാത്രമാണ് വാഹനം മുന്നോട്ട് പോകുക. അപ്പോൾ അതാണ് ഡ്രൈവിംഗ് ടോർക്ക്. നമ്മൾ ടയർ വഴിയാണ് റോഡിലേക്ക് നൽകിയിട്ട് അത് ആ വാഹനത്തിന് ചലിക്കാൻ കഴിയുന്നത്. അതുകൂടാതെ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് ടയർ റോഡിൽ ആണ് പിടിച്ചു നിർത്തുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും 4 ധർമ്മങ്ങൾ, 1, 2, 3, 4 ധർമ്മങ്ങളാണ് നമുക്ക് ടയറിൻ്റെ ധർമ്മങ്ങളായിട്ട് പറയാനുള്ളത്. അടുത്തത് പ്രോപ്പർട്ടീസ് ഓഫ് എ ഗുഡ് ടയർ. നല്ല ടയറിന് വേണ്ട ഗുണങ്ങൾ, ഒരു 8 ഗുണങ്ങളുണ്ട്. അതിനെപ്പറ്റി നമ്മൾക്ക് ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ വാഹനങ്ങളിൽ ഉപയോഗിക്കുന്ന ടയർ വളരെ കഠിനമായ പല സാഹചര്യങ്ങളും അതിജീവിക്കാൻ കഴിവുള്ളതായിരിക്കണം. ഒരു നല്ല ടയറിന് ഒരുപാട് പ്രോപ്പർട്ടീസ് ഉണ്ട്. അതിനെ ഓരോന്നായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഒന്നാമത്, നോൺ സ്ലൈഡിങ് ആയിരിക്കണം. നോൺ സ്കിഡിങ് ആണ്. ചെറിയ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. നോൺ സ്കിഡിങ് ആണ്, അത് ടൈപ്പ് ചെയ്തപ്പോൾ പറ്റിപ്പോയതാണ്. നോൺ സ്കിഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടയറിന് വേണ്ട ഗുണങ്ങളിൽ പെട്ട ഒരു പ്രധാനപ്പെട്ടതാണ് നോൺ സ്കിഡിങ്. ഇപ്പം നനഞ്ഞ റോഡിലൂടെ പോകുന്ന സമയത്ത് ഈ ടയർ തെന്നി നീങ്ങാൻ സാധ്യതയുണ്ട്. പക്ഷേ ഈ നല്ലൊരു ടയറാണെന്നുണ്ടെങ്കിൽ അത് ചെയ്യാൻ പാടില്ല. കാരണം ഈ ടയറിൻ്റെ ഫ്രിക്ഷൻ സർഫസ്, അതായത് ടയറിൻ്റെ ത്രെഡ് എന്ന് പറഞ്ഞ ഭാഗം തേഞ്ഞു പോയി കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഒരു നനഞ്ഞ പ്രതലം അല്ലെങ്കിൽ ഒരു ഓയിലി ആയിട്ടുള്ള ഒരു പ്രതലത്തിലൂടെ പോകുന്ന സമയത്ത് ആ വാഹനത്തിൻ്റെ ടയർ തെന്നി നീങ്ങുകയാണ് ചെയ്യുക. പക്ഷേ ഒരു നല്ല ടയർ എപ്പോഴും തെന്നി നീങ്ങാൻ പാടില്ല, അത് നല്ല ഗ്രിപ്പ് ഉണ്ടായിരിക്കണം. ഓക്കെ, അടുത്ത് യൂണിഫോം വെയർ ആയിരിക്കണം. രണ്ടാമത്തെ പോയിൻ്റാണ് യൂണിഫോം വെയർ. അതായത് നോൺ സ്കിഡിൻ്റെ ഗുണം പോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട ഗുണമാണ് യൂണിഫോം വെയർ. അതായത് ടയറിൻ്റെ തേയ്മാനം എല്ലാ സ്ഥലത്തും ഒരേപോലെ ആയിരിക്കണം എന്നുള്ളതാണ് യൂണിഫോം വെയർ. അങ്ങനെ സംഭവിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിനർത്ഥം ആ വാഹനത്തിൻ്റെ അലൈൻമെൻറ്റിൽ എന്തോ പ്രശ്നം ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ യൂണിഫോം വെയർ ആയിരിക്കണം ഒരു നല്ല ടയറിന് വേണ്ട ഒരു ഗുണം. മൂന്നാമത്തത്, ലോഡ് ക്യാരിയിങ്. ഒരു വാഹനത്തിൻ്റെ ഭാരം മുഴുവൻ താങ്ങി നിർത്താനുള്ള കഴിവ് ആ ഒരു ടയറുണ്ടായിരിക്കാം. അപ്പോൾ ഓരോ വാഹനത്തിൻ്റെയും ടയർ അതിനനുസരിച്ചിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ ഒരു ഭാരം കൂടുതൽ വഹിക്കേണ്ട വാഹനങ്ങൾക്ക് ഉണ്ടാകുന്ന ടയറായിരിക്കില്ല ചെറിയ വെയിറ്റ് താങ്ങുന്ന വാഹനങ്ങൾക്കുണ്ട്. അപ്പോൾ ഒരു കാറിൻ്റെ ടയറിൻ്റെ ഒരു ലോഡ് ക്യാരിയിങ് കപ്പാസിറ്റി ആയിരിക്കില്ല ഒരു വാഹനത്തിൻ്റെ ലോഡ്. നമ്മളൊരു ലോറി എടുക്കാം അല്ലെങ്കിൽ ഒരു ബസ് എടുക്കാം, അപ്പോൾ അതിനൊക്കെ ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ വാഹനത്തിൻ്റെ മുഴുവൻ വെയിറ്റും അത്
ആ ടയറിന് വഹിക്കാനുള്ള ഒരു ശേഷി ഉണ്ടായിരിക്കണം. പിന്നെ വാഹനത്തിൻ്റെ ചലനത്തിൽ അനുഭവപ്പെടുന്ന പലതരത്തിലുള്ള സ്ട്രെസ്സുകളും ടയറിന് വഹിക്കാൻ കഴിയേണ്ടി വരും. അടുത്തത് കുഷനിങ് എഫക്റ്റ് ആണ്. കുഷനിങ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ റോഡിൻ്റെ നിരപ്പില്ലായ്മ മൂലം, അതായത് റോഡിൻ്റെ ഇറഗുലറായിറ്റി മൂലം ആ ടയറിൽ അനുഭവപ്പെടുന്ന ചെറുതും വലുതുമായിട്ടുള്ള കമ്പനങ്ങളുണ്ടായിരിക്കും. ഈ കമ്പനങ്ങൾ ഇപ്പോൾ നമുക്കറിയാം, ടാർ ചെയ്ത റോഡിൽ തന്നെ റബ്ബറൈസ് റോഡുണ്ട്, റബ്ബറൈസ് ചെയ്യാത്ത റോഡുണ്ട്. അപ്പോൾ റബ്ബറൈസ് ചെയ്യാത്ത റോഡുകളിൽ നിങ്ങൾക്കറിയാം, യാത്ര ചെയ്യുമ്പോൾ നിങ്ങൾക്കറിയാം വളരെയധികം കമ്പനങ്ങൾ വരുന്നുണ്ട്. ആ ഒരു കമ്പനങ്ങളിലൊക്കെ ചെറുക്കാനുള്ള ഒരു കഴിവ് നല്ലൊരു ടയറിനുണ്ടായിരിക്കും. അതൊരു കുഷനിങ് എഫക്റ്റ്, ഒരു കുഷൻ്റെ എഫക്റ്റ് ഉണ്ടായിരിക്കണം. അത് ടയറിന് പ്രൊവൈഡ് ചെയ്യാൻ കഴിയണം. ഓക്കെ. അടുത്തത് എനർജി കൺസപ്ഷനാണ്, ഊർജ്ജ ഉപയോഗം. ടയറും റോഡും പ്രതലവും ഇടയിലെ ഘർഷണം, ഫ്രിക്ഷൻ കാരണം എഞ്ചിൻ ഉൽപ്പാദിക്കുന്ന ഊർജ്ജം കുറച്ച് ഭാഗം താപമായിട്ട് നഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ ഇത് കുറയ്ക്കുന്നതിന് വേണ്ടി ടയറിൻ്റെ റോളിംഗ് റെസിസ്റ്റൻസ് കുറവായിരിക്കണം. വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, ടയറും റോഡ് പ്രതലങ്ങൾക്കിടയിലുള്ള ഫ്രിക്ഷന് അത് കാരണം എഞ്ചിൻ ഉൽപ്പാദിക്കുന്ന എനർജിയുടെ കുറച്ച് ഭാഗം എന്തായി പോകുന്നുണ്ട്, ഹീറ്റായി പോകുന്നുണ്ട്. അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ടയറിൻ്റെ റോളിംഗ് റെസിസ്റ്റൻസ് കുറവായിരിക്കണം. അതായത് ടയർ പെട്ടെന്ന് റോൾ ചെയ്യാനുള്ള ഒരു കഴിവുണ്ടായിരിക്കണം, റെസിസ്റ്റൻസ് കുറവായിരിക്കണം. ഇനി അടുത്തത് ടയർ നോയ്സാണ്. ടയർ നോയ്സ് എന്ന് പറഞ്ഞാൽ ടയർ ചലിക്കുമ്പോൾ പുറപ്പെടുവിക്കുന്ന ശബ്ദം വളരെ കുറവായിരിക്കണം. ടയറിൻ്റെ ട്രെഡിനും റോഡ് പ്രതലത്തിനും അനുസരിച്ചിട്ട് ഇത് വ്യത്യാസപ്പെടും. ഓക്കെ. ടയറിന് നമ്മൾ വാഹനം ചലിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പല സർഫസിനനുസരിച്ച് റോഡിൽ നിന്ന് ടയറിൻ്റെ ആ ഭാഗത്തു നിന്നൊരു മൂളൽ സൗണ്ട് വരും. അപ്പോൾ അത് വ്യത്യാസം ഉണ്ടായിരിക്കും പല റോഡിലും. അടുത്തത് ബാലൻസിങ് ആണ്. ബാലൻസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടയറുകൾ ബാലൻസ് ചെയ്യുക, അല്ലെങ്കിൽ വീൽ ബാലൻസ് ചെയ്യാറുണ്ട്. അപ്പോൾ ടയറുകൾ എല്ലാ രീതിയിലും ശരിയായിട്ട് ബാലൻസ് ചെയ്തവയായിരിക്കും, അല്ലാത്ത പക്ഷം ഇത് വീൽ വോബിളിന് കാരണമാവും. അവിടെ ശ്രദ്ധിക്കുക, ബാലൻസിങ് എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് ടയറിൻ്റെ ത്രെഡിൻ്റെ ഉള്ളിൽ കല്ലുകൾ കയറി നിന്നാലും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ബാലൻസിങ് നഷ്ടപ്പെടും. അപ്പോൾ അത് ഇടയ്ക്കിടയ്ക്ക് ബാലൻസ് ചെയ്യുക എന്നുള്ളത് ഒരു നല്ല ടയറിൻ്റെ ഒരു ഗുണമാണ്. അടുത്തത് കോസ്റ്റാണ്. ടയറിൻ്റെ നിർമ്മാണ ചെലവ് വളരെ കുറവായിരിക്കണം എങ്കിൽ നമുക്കത്, കാരണം ഇതൊരു കൺസ്യൂമബിൾ ഐറ്റംസ് ആണ്. അത് ഉപയോഗിക്കും തോറും തേയ്മാനം സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അത് ഈ ടാക്സി പോലുള്ള ഉപയോഗിക്കുന്ന ആ വ്യക്തികൾക്കൊക്കെ വളരെ കുറഞ്ഞ രീതിയിൽ നമുക്ക് കിട്ടുന്ന രീതിയിൽ, അപ്പോൾ അത് നിർമ്മാണ ചെലവ് കുറച്ച് കുറവായി കഴിഞ്ഞാൽ അതിൻ്റെ കോസ്റ്റും കുറവായിരിക്കും. ഓക്കെ. അപ്പോൾ ഈ ഇത്രയും കാര്യങ്ങൾ, ഈ 8 കാര്യങ്ങളാണ് പറയാനുള്ളത്.